പറയുകയാണെ ഷട്ട് ഡൗൺ പോയിന്റ് അല്ലെങ്കിൽ ഷോർട്ട് റൺ ദ സിറ്റുവേഷൻ ഇൻ വിച്ച് എ ഫെയിം സ്റ്റോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് ലീവ്സ് ദ മാർക്കറ്റ് ഈസ് കാൾഡ് എ ഷട്ട് ഡൗൺ പോയിന്റ് എന്നുള്ളത്. അപ്പോൾ ഈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഫെയിം സ്റ്റോപ്പ് പ്രൊഡക്ഷൻ, ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കമ്പനി പ്രൊഡക്ഷൻ നിർത്തി, ആൻഡ് ലീവ്സ് ദ മാർക്കറ്റിൽ നിന്ന് അവർ പിൻവാങ്ങുകയാണ്. ഇതിനെ നമ്മൾ പറയുന്നത് ഷട്ട് ഡൗൺ പോയിന്റ് എന്നുള്ളത്. ഇൻ ദ ഷോർട്ട് റണ്ണിൽ ദ ഫെയിം ഷുഡ് ഗെറ്റ് എ മിനിമം പ്രൈസ് ഫോർ എ പ്രോഡക്റ്റ് ടു മീറ്റ് ദ ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഷോർട്ട് റണ്ണിൽ ഏതൊരു ഫെയിമിന് ആവറേജ് വേരിയബിൾ കോസ്റ്റ് മീറ്റ് ചെയ്യാനുള്ള മിനിമം പ്രൈസ് കിട്ടും ഷോർട്ട് റണ്ണിൽ. മനസ്സിലായി? ദ ഫെയിം ഷുഡ് ഗെറ്റ് എ മിനിമം പ്രൈസ് ഫോർ ദ പ്രോഡക്റ്റ് ടു മീറ്റ് ദ ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഇഫ് ദ ഫെയിം കനോട്ട് മീറ്റ് ദ ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് ആവറേജ് വേരിയബിൾ കോസ്റ്റ് പോലും മീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇറ്റ് ഹാസ് ടു സ്റ്റോപ്പ് ദ പ്രൊഡക്ഷൻ ആൻഡ് ഷട്ട് ഡൗൺ ദ ഫെയിം. അപ്പോൾ ആവറേജ് വേരിയബിൾ കോസ്റ്റ് പോലും മീറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ബിസിനസ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഫെയിം എന്ത് ചെയ്യണം, അടച്ചു പൂട്ടണം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ഗെറ്റ് എ പ്രൈസ് ഈക്വൽ ടു മിനിമം ആവറേജ് വേരിയബിൾ കോസ്റ്റ് വെയർ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കട്ട് ദ ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഇവിടെ നമ്മൾ പറയുന്നത് ഗ്രാഫിക്കലായിട്ട് പറയുമ്പോൾ ഇഫ് ദ ഫെയിം ഹാസ് ടു കണ്ടിന്യൂ പ്രൊഡക്ഷൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമുക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഫെയിം അടച്ചു പൂട്ടണം. ഇതില്ലാതെ ഫെയിം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇഫ് ദ ഫെയിം ഹാസ് ടു കണ്ടിന്യൂ പ്രൊഡക്ഷൻ ഇറ്റ് ഷുഡ് ഗെറ്റ് എ പ്രൈസ് ഈക്വൽ ടു മിനിമം ആവറേജ് വേരിയബിൾ കോസ്റ്റ്. പ്രൈസ് ഏതിന് തുല്യമായിട്ട് വരണം? മിനിമം ആവറേജ് കോസ്റ്റിന് തുല്യമായിട്ട് വരണം. വേർ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കട്ട് ചെയ്യേണ്ടത് കട്ട്സ് ദ ആവറേജ് വേരിയബിൾ കോസ്റ്റിനെ കട്ട് ചെയ്യും വേണം. സോ ദ മിനിമം പോയിന്റ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഈസ് കാൾഡ് എ ഷട്ട് ഡൗൺ പോയിന്റ്. അപ്പോൾ അതുകൊണ്ട് മിനിമം പോയിന്റ് ഓഫ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് നമ്മൾ എന്ത് വിളിക്കുകയും ചെയ്യും? ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് വിളിക്കുകയും ചെയ്യും. അവിടെ കണ്ടോ, ഗ്രാഫ് കണ്ടോ? പിന്നെ ഡയഗ്രാം 4.7 മറ്റേ പോയിന്റ് എസ് കണ്ടോ അവിടെ? ഒ പി, നമുക്ക് ഒ പി എന്ന് വിളിക്കാമല്ലോ അവിടെ. ആൻഡ് എ ബി സി ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആർ ഈക്വൽ. അവിടെ കണ്ടോ, ഒ പിയും ആവറേജ് വേരിയബിൾ കോസ്റ്റും എന്താണ്? തുല്യമാണ്. ദിസ് പ്രൈസ് ഈസ് ഈക്വൽ ടു മിനിമം ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഈ ഒരു സിറ്റുവേഷനിലുള്ള പ്രൈസ് ആവറേജ് വേരിയബിൾ കോസ്റ്റിന് ഈക്വൽ ആണ്. അറ്റ് പോയിന്റ് ഒ പി ദ ഫെയിം പ്രൊഡ്യൂസ് ഒ ക്യു ഔട്ട്പുട്ട്. കേട്ടോ, അപ്പോൾ ഒ പിയിൽ ഫെയിം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒ ക്യു ഔട്ട്പുട്ട് ആണെന്നുള്ളതാണ്. ഔട്ട്പുട്ട് ലെവലിലേക്ക് ഒ ക്യു ആണ് അല്ലേ. ഇഫ് ദ പ്രൈസ് ഗോസ് ഡൗൺ ടു ഒ പി 1, അപ്പം താഴേക്ക് വരുവാണെങ്കിൽ ഇറ്റ് വിൽ സ്റ്റോപ്പ്. ഒ പിയിൽ നിന്ന് ഒ പി 1ലേക്ക് താഴേക്ക് വരികയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം പ്രൊഡക്ഷൻ, അതിന് ഷട്ട് ഡൗൺ ദ യൂണിറ്റ്. സോ പോയിന്റ് എസ് ഈസ് ദ ഷട്ട് ഡൗൺ പോയിന്റ് ഇൻ ദ ഷോർട്ട് റൺ. ഷോർട്ട് റണ്ണിൽ എസ് എന്ന് പറയുന്നതാണ് അവിടെ ഷട്ട് ഡൗൺ പോയിന്റാണ് എടുക്കുന്നത്. ഇത് ഷോർട്ട് ഡൗൺ പോയിന്റ് ആണ്, ഷട്ട് ഡൗൺ പോയിന്റ് ആണ് ലോങ് റൺ. ഇൻ ദ ലോങ് റൺ മിനിമം ലോങ് റൺ ആവറേജ് കോസ്റ്റ് ഈസ് ഷട്ട് ഡൗൺ പോയിന്റ്. ലോങ് റണ്ണിൽ മിനിമം ലോങ് റൺ ആവറേജ് കോസ്റ്റ് വരുമല്ലോ. അപ്പോൾ നമ്മൾ ലോങ് റണ്ണിൽ എടുക്കുന്നത് ലോങ് റണ്ണിൻ്റെ ആവറേജ് കോസ്റ്റ് നോക്കും. ഇറ്റ്സ് ദ ഷട്ട് ഡൗൺ പോയിന്റ്. എ ഫെയിം ദാറ്റ് ട്രൈസ് ടു മാക്സിമൈസ് പ്രോഫിറ്റ് ഇൻ ദ ലോങ് റൺ വിൽ സ്റ്റോപ്പ് ദ പ്രൊഡക്ഷൻ ഇഫ് ദ പ്രൈസ് ഈസ് ലെസ് ദാൻ ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ലോങ് റൺ ആവറേജ് കോസ്റ്റിനേക്കാളും കുറഞ്ഞാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ലോങ് റണ്ണിൽ പ്രോഫിറ്റ് അതിനേക്കാളും കുറവാണ്, അല്ലെങ്കിൽ അതിൻ്റെ ലോങ് റൺ ആവറേജ് കോസ്റ്റിനേക്കാളും നമുക്ക് വരുമാനങ്ങളൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ അവരെയും പറയുന്നത്. അവിടെ ഗ്രാഫ് വന്നിരിക്കുന്നുണ്ടോ? ഓക്കെ. പിന്നെ ഡയഗ്രാം 4.8 അറ്റ് പോയിന്റ് ഇ പ്രൈസ് ആൻഡ് മിനിമം ലോങ് റൺ ആവറേജ് കോസ്റ്റ് ആർ ഈക്വൽ. കണ്ടോ, ഇവിടെ പോയിന്റ് ഇ കണ്ടോ, പ്രൈസും മിനിമം ലോങ് റൺ ആവറേജ് കോസ്റ്റും തുല്യമായി വരുന്നതാണ്, ഇ ആണ്. ദെൻ പ്രൈസ് ഈസ് ഒ പി, പ്രൈസ് ഒ പി ആവുന്നു, ഔട്ട്പുട്ട് ഒ ക്യു 0 ആണ് അല്ലേ. ഈ പ്രൈസ് ഗോസ് ഡൗൺ ബിലോ ദ ഒ പി, ഒ പിക്ക് താഴേക്ക് വന്നാൽ ഫെയിം വിൽ സ്റ്റോപ്പ് ദ പ്രൊഡക്ഷൻ, ഫെയിം പ്രൊഡക്ഷൻ നിർത്തണം, ആൻഡ് ഷട്ട് ഡൗൺ ദ യൂണിറ്റ്, സ്ഥാപനം അടച്ചു കൂട്ടണമെന്നാണ്. സോ പോയിന്റ് ഇ ഈസ് ഷട്ട് ഡൗൺ പോയിന്റ് ഇൻ ലോങ് റൺ. ഉണ്ടോ, പോയിന്റ് ഇ ആണ് ലോങ് റണ്ണിൽ ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയും. അപ്പോൾ അവിടെ ഷട്ട് ഡൗൺ പോയിന്റ് കണ്ടോ, പി മിനിമം ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ലോങ് റണ്ണിലാണെങ്കിൽ മിനിമം ലോങ് റൺ ആവറേജ് കോസ്റ്റാണ്. കണ്ടോ, രണ്ടും ആവറേജ് കോസ്റ്റാണ്, പക്ഷേ ലോങ് റണ്ണിൽ ലോങ് റൺ ആവറേജ് കോസ്റ്റും മറ്റേത് മിനിമം ആവറേജ് വേരിയബിൾ കോസ്റ്റുമാണ്. ഓക്കെ ആണല്ലോ. ഇനി ബോക്സിലുണ്ട് ടൈപ്പ് ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞേക്കുന്നുണ്ടോ, എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഉണ്ട്, ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഉണ്ട്. അതിൽ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്താണ്? ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഇൻഗേർഡ് ബൈ എ പ്രൊഡ്യൂസർ ഫോർ പർച്ചേസിങ് ഓർ ഹയറിംഗ് ഇൻപുട്സ്. അപ്പോൾ ഒരു കോസ്റ്റ് ഇൻഗേർഡ് ബൈ എ പ്രൊഡ്യൂസർ, ഒരു പ്രൊഡ്യൂസർക്ക് ഉണ്ടാകുന്ന പർച്ചേസിങ് ഓർ ഹയറിംഗ് കോസ്റ്റ്, ഗുഡ്സ് ഒക്കെ വാങ്ങുന്നതിനുണ്ടാകുന്ന പർച്ചേസിങ് കോസ്റ്റ് അല്ലെങ്കിൽ ഹയറിംഗ് കോസ്റ്റിന് നമുക്ക് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയാം. എക്സാമ്പിൾ ഉണ്ട്, വേജസ്, ഇൻട്രസ്റ്റ്, റെൻറ്റ്, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ, ഇതെല്ലാം എന്താണ്, എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആണ്. എന്നാൽ ഇംപ്ലിസിറ്റ് കോസ്റ്റ് കണ്ടോ, ഇറ്റ് ഈസ് എ കോസ്റ്റ് സെൽഫ് ഓൺഡ് ആൻഡ് സെൽഫ് സപ്ലൈഡ് ഫാക്ടേഴ്സ് ഇൻ ഓൺസ് ഓൺ ബിസിനസ്. അപ്പോൾ സ്വന്തം ബിസിനസ്സിലുണ്ടാകുന്ന സെൽഫ് ഓൺഡ് ആൻഡ് സെൽഫ് ഓക്യുപ്പൈഡ് ഫാക്ടേഴ്സ് ഉണ്ട്, ചില ഘടകങ്ങളുണ്ട്, അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇംപ്ലിസിറ്റ് കോസ്റ്റ്. ഇൻ എക്കണോമിക്സ് ദ സം ഓഫ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എ കമ്പനി. ഒരു എക്കണോമിക്സിൽ നമ്മൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റിൻ്റെയും ഇംപ്ലിസിറ്റ് കോസ്റ്റിൻ്റെയും സമ്മ് നമ്മൾ എന്ത് ചെയ്യുന്നു, ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് കമ്മോഡിറ്റി എന്നാണ് ഇവിടെ എക്കണോമിക്സിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് നോർമൽ പ്രോഫിറ്റ്.
The normal profit is the level of profit which is just enough to cover the explicit and opportunity cost of the firm ആണ്. നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. ലെവൽ ഓഫ് പ്രോഫിറ്റ് വിച്ച് ജസ്റ്റ് ഇനഫ് ടു കവർ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതായത് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും എക്സ്പ്ലിസിറ്റ് കോസ്റ്റും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കിവിടെ എന്ത് ചെയ്യാൻ വേണ്ടു, ആവശ്യത്തിന് കവർ ചെയ്യാൻ കഴിയുന്നത്. അതാണ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതാണ് നോർമൽ പ്രോഫിറ്റ് ഈസ് ദ ലെവൽ ഓഫ് പ്രോഫിറ്റ് വിച്ച് ഇസ് ജസ്റ്റ് ഇനഫ് ടു കവർ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. അതായത് ജസ്റ്റ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഒക്കെ കവർ ചെയ്യുന്നതാണ് നമ്മൾ നോർമൽ പ്രോഫിറ്റ് ആണെന്ന് പറയുന്നത്. അല്ല വലിയ ഹ്യൂജ് പ്രോഫിറ്റും അല്ല, നോർമൽ ശരാശരി കുഴപ്പമില്ലാതെ പോകുന്നു എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു പ്രോഫിറ്റ് ആയിരിക്കും എന്ന് പറയാം. The minimum profit that a firm earns in order to stay in the industry is normal profit. ഉണ്ടോ, മിനിമം പ്രോഫിറ്റ് ഒരു ഫേം ഏൺ ചെയ്ത് കഴിഞ്ഞാൽ ഏൺസിൻ്റെ ഓർഡർ ടു സ്റ്റേ ഇൻ ദ ഇൻഡസ്ട്രി ഈസ് നോർമൽ പ്രോഫിറ്റ്. ആ നോർമൽ പ്രോഫിറ്റിൽ ആ കമ്പനിക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. ദിസ് ഈസ് എ മിനിമം പ്രോഫിറ്റ് ഫോർ എ ഫേം ടു കണ്ടിന്യൂ ദ പ്രൊഡക്ഷൻ ഇൻ ദ ഇൻഡസ്ട്രി. ആ ഇൻഡസ്ട്രിക്ക് പ്രൊഡക്ഷൻ എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. ഇൻ ദ ഷോർട്ട് റൺ ഈവൻ ദോ ഫേം മേക്ക് എ പ്രോഫിറ്റ് വിച്ച് ഈസ് ലെസ് ദാൻ ദ നോർമൽ പ്രോഫിറ്റ്. ഇപ്പോൾ ഷോർട്ട് റണ്ണിൽ നമ്മൾ നോക്കുമ്പോൾ നോർമൽ പ്രോഫിറ്റിനേക്കാളും കുറച്ചാണ് ഫേം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതെങ്കിൽ പ്രൊഡക്ഷൻ മേ കണ്ടിന്യൂ. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇതിൻ്റെ ഷോർട്ട് റൺ ഈവൻ ദോ ഫേം മേക്ക് എ പ്രോഫിറ്റ് വിച്ച് ഈസ് ലെസ് ദാൻ നോർമൽ പ്രോഫിറ്റ്. പ്രോഫിറ്റ് നോർമൽ പ്രോഫിറ്റിനേക്കാൾ ലെസ് ദാൻ ആണെങ്കിൽ പ്രൊഡക്ഷൻ എന്ത് ചെയ്യാം, ഷോർട്ട് റണ്ണിൽ കണ്ടിന്യൂ ചെയ്യാം. ബട്ട് ഇൻ ദ ലോങ് റൺ ഇഫ് ഇറ്റ് ഗെറ്റ്സ് പ്രോഫിറ്റ് ലെസ് ദാൻ ദ നോർമൽ പ്രോഫിറ്റ്, എന്നാൽ ലോങ് റണ്ണിൽ നമുക്ക് ഈ പറയുന്നത് നോർമൽ പ്രോഫിറ്റിനേക്കാളും കുറച്ചാണെങ്കിൽ ഇറ്റ് വിൽ സ്റ്റോപ്പ് ദ പ്രൊഡക്ഷൻ. ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് നോർമൽ പ്രോഫിറ്റിനേക്കാളും കുറച്ചാണ് പ്രോഫിറ്റ് വരുന്നതെങ്കിൽ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഇൻ ദ ലോങ് റൺ ഓൾ ഫേംസ് വിൽ ഏൺ ഓൺലി നോർമൽ പ്രോഫിറ്റ്. എല്ലാ സ്ഥാപനങ്ങളും ലോങ് റണ്ണിൽ എന്താണ്, ഒരു നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യൂ എന്നുള്ളതാണ് പറയുന്നത്. ഇനി സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ട്. ദ പ്രോഫിറ്റ് ദാറ്റ് എ ഫേം ഏൺസ് ഓവർ ആൻഡ് എബോവ് ദ നോർമൽ പ്രോഫിറ്റ് ഈസ് കാൾഡ് എ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് ദാറ്റ് എ ഫേം ഏൺസ് ഓവർ ആൻഡ് എബോവ് നോർമൽ പ്രോഫിറ്റ്, ഓവർ ആൻഡ് എബോവ് എന്നാൽ നോർമൽ പ്രോഫിറ്റിനേക്കാൾ കൂടിയ പ്രോഫിറ്റ് ഉണ്ടല്ലോ, അതിനേക്കാൾ കൂടി കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ വിളിക്കുന്നവരാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. ഇൻ ദ ഷോർട്ട് റൺ സം ഫേം മേ ഗെറ്റ് എ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. ഷോർട്ട് റണ്ണിൽ ചില സ്ഥാപനങ്ങൾക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടാം. വൈൽ അതർ ഫേംസ് മേ ഇൻകർ ലോസസ്. എന്നാൽ മറ്റ് സ്ഥാപനങ്ങൾ ഷോർട്ട് റണ്ണിൽ എന്തായിരിക്കും, ലോസസും ആയിരിക്കും. ബട്ട് ഇൻ ദ ലോങ് റൺ ഓൾ ഫേംസ് ഏൺ എ നോർമൽ പ്രോഫിറ്റ്. എന്നാൽ ലോങ് റണ്ണിൽ എല്ലാ സ്ഥാപനങ്ങളും നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത ബ്രേക്ക് ഇവൻ പോയിന്റ് ആണേ. The situation in which total revenue of a firm equal to total cost. അപ്പോൾ ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും തുല്യമാവുന്ന പോയിന്റ് ആണ് നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റ്. ഉണ്ടോ, ഈസ് കാൾഡ് എ ബ്രേക്ക് ഇവൻ പോയിന്റ് ഓർ നോ പ്രോഫിറ്റ് നോ ലോസ് പോയിന്റ്. ബ്രേക്ക് ഇവൻ പോയിന്റ് വേറെ പേരാണ് നോ പ്രോഫിറ്റ് നോ ലോസ് പോയിന്റ്. അത് ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ ഈസ് കാൾഡ് എ നോർമൽ പ്രോഫിറ്റ് ബ്രേക്ക് ഇവൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്നൊക്കെ വിളിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നോ പ്രോഫിറ്റ് നോ ലോസ് പോയിന്റ് എന്നൊക്കെ വിളിക്കും. In other words, break-even point is the point on supply curve at which a firm earns a normal profit. അപ്പോൾ break-even point വേറെ രീതിയിൽ പറഞ്ഞാൽ break-even point is the point on which supply curve at which a firm earns normal profit. അപ്പോൾ ഇവിടെ സപ്ലൈ കർവ് ഫേം എന്ത് ചെയ്യുന്നുണ്ടോ, ഒരു നോർമൽ ഏൺ പ്രോഫിറ്റ് ഓൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കുന്നത്. ഇൻ ദ ഷോർട്ട് റൺ ദ മിനിമം പോയിന്റ് ഓഫ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ് ആൻഡ് ഇൻ ദ ലോങ് റൺ ദ മിനിമം പോയിന്റ് ഓഫ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ആർ കാൾഡ് break-even point or നോ പ്രോഫിറ്റ് നോ ലോസ്. എന്നാൽ ഇവിടെ നമ്മൾ ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും കണ്ടോ, ഷോർട്ട് റണ്ണിലാണെങ്കിൽ മിനിമം പോയിന്റ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് വരും. ആൻഡ് ഇൻ ദ ലോങ് റൺ മിനിമം പോയിന്റ് ഓഫ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്. ഇത് നമുക്ക് എന്താണ് ബ്രേക്ക് ഇവൻ പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ നോ പ്രോഫിറ്റ് നോ ലോസ് പോയിന്റ് എന്ന് പറഞ്ഞ് എടുക്കാം. ഓക്കെ ആണോ? ഓക്കെ, ഇത്രയും നോക്കി.